അപ്പോഴേ ഇന്നെനിക്ക് ഓഫായിരുന്നേ. ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള ദിവസം. സർ ഐസക് ന്യൂട്ടൺ തൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ തലയിൽ വീണെന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ വീട്ടമ്മമാരായ നമ്മളുടെ ചിന്ത ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം എന്നാണ്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ തന്നെ തീരുമാനിച്ചു അവനെ കൂടെ കൂട്ടാമെന്ന്. ശരി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. ഇത് പല പേരുകൾ അറിയപ്പെടുമെങ്കിലും ഇംഗ്ലീഷിൽ ഇതിനെ സ്റ്റീം കേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, കേരളീയരുടെ പ്രഭാത ഭക്ഷണങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്വാദിഷ്ടമായ ഒന്നാണ് നമ്മുടെ സ്വന്തം പുട്ട്. അങ്ങനെ എൻ്റെ കൈവശമുണ്ടായിരുന്ന അരിപ്പൊടിയും അതിനാവശ്യമായ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. അടുത്ത ചിന്ത, എന്താണ് പുട്ടിന് കൂട്ട്? അപ്പോഴാണ് വെള്ളത്തിൽ കിടക്കുന്ന കടലയുടെ മേൽ എൻ്റെ ദൃഷ്ടി പതിഞ്ഞത്. തലേദിവസം ഹസ്ബൻഡ് വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ്. കടൽ എന്നെ വിസ്മയത്തോടെ നോക്കുകയാണ്. രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുകയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹാർഡായിരുന്ന കടല സോഫ്റ്റായി. പാവം വളരെ സന്തോഷത്തോടെ ആ തണുപ്പൊക്കെയും അത് സഹിച്ചു. അതിലൊരു കഷ്ടപ്പാടേ. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിന്താവിഷ്ടമൊന്നുമല്ലെങ്കിലും എൻ്റെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അത് നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കർഷകൻ്റെ കഠിന പ്രയത്നം കൊണ്ട് നെന്മണിയായി മാറി, വീണ്ടും പ്രോസസ്സിൽ കൂടെ അരിയായി മാറി, അതിന് പല രൂപാന്തരങ്ങളുണ്ടായി. ഇന്നെൻ്റെ കയ്യിൽ അതൊരു പൊടിയായിരിക്കുന്നു. ഗുണങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ രൂപഭംഗിയില്ലാത്ത ഒരു പൊടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പല പ്രോസസ്സിൽ കൂടെ കടന്ന് ഒരു സ്വാദിഷ്ടമായ പലഹാരമായി മാറിയിരിക്കുകയാണ്. അതിന് രൂപഭംഗി വന്നിരിക്കുന്നു. നമ്മുടെ തീന്മേശയിൽ എത്തിയിരിക്കുന്നു. എന്തൊരു മാന്യത! കൂടെ നിൽക്കുവാൻ അനേകരുണ്ട്. കടലക്കറി, പഴം, ചിക്കൻ കറി, സാമ്പാർ എക്സെട്ര എന്തുമാകട്ടെ, സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമായി മാറി. ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതവും? ചിന്തിച്ചു നോക്കിക്കേ. പല കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച് നമ്മുടെ മാതാപിതാക്കളാകുന്ന കർഷകർ നമ്മൾക്ക് ആവശ്യമായത്, സാധ്യമായത് എല്ലാം തന്ന് നമ്മളെ വളർത്തി. പൊടിയായിരുന്ന നമ്മൾ പല പ്രോസസ്സിൽ കൂടെ ഇന്നും നമ്മളായിരിക്കുന്ന അവസ്ഥയിലായി. ഈ അരിപ്പൊടി നമ്മൾ പുട്ടാക്കിയതുപോലെ അതിന് കൂട്ടായി കടലക്കറി വന്നതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായി തീരാൻ നമ്മുടെ സ്നേഹവും സൽപ്രവർത്തികളും തികഞ്ഞ ഉത്തരവാദിത്വ ബോധവും ഉപ്പും വെള്ളവും തേങ്ങയും ചേർത്ത് വളരെ രുചികരമായി പാകപ്പെടുത്തിയെടുത്തിയ പുട്ടുപോലെ ആയിരിക്കട്ടെ. അത് വേകുമ്പോൾ അതിനുണ്ടാകുന്ന ചൂടിൻ്റെ അനുഭവം അത് സാരമാക്കുന്നില്ല. സ്വയവേ ത്യജിച്ച് എനിക്ക് രൂപഭംഗി വരും, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായി തീരും എന്നുള്ള പ്രത്യാശയോടെ അത് വളരെ സന്തോഷത്തോടെ സഹിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചൂടേറിയ അനുഭവങ്ങൾ, പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, നിന്ദകൾ വളരെ ക്ഷമയോടെ ത്യാഗമനോഭാവത്തോടെ സഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നമ്മൾ അനേകർക്ക് ആശ്വാസമായി തീരാൻ, അനേകരുടെ കണ്ണുനീരൊപ്പാൻ ഇടവരട്ടെ. ഈ അരിപ്പൊടി ഒരിക്കലും നൊമ്പരപ്പെടുന്നില്ല, പരാതിപ്പെടുന്നില്ല. അതിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നതുമില്ല. അതിനൊരു ഉറപ്പുണ്ട്. എല്ലാ സ്വയവേ സഹിച്ച് മറ്റുള്ളവർക്ക് എനർജി പകരുവാനുള്ള സോഴ്സായി മാറി ഇന്ന് നമ്മുടെ തീന്മേശയിൽ എത്തിയിരിക്കുകയല്ലേ. അപ്രകാരം നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാം എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നമ്മൾക്ക് മുമ്പോട്ട് പോകാം. God bless you. Take care. Bye. Thank you.